ഹലോ മച്ചന്മാരെ, നമ്മൾ നേരത്തെ കാണിച്ച ഒരു പച്ചക്കറി കടയാണ്. അവിടെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അവിടുത്തെ ഭയങ്കരമായ ക്യൂ ആണ്. ദിവസേന ബിവറേജ് നിൽക്കുന്നതിൻ്റെ ക്യൂ തന്നെ രാവിലെ തുടങ്ങുന്നതാണ്. 7 മണി തൊട്ട് തുടങ്ങുന്ന ക്യൂ ആണ്. അപ്പം നമ്മളത് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ക്യൂ നിന്നാണ് പച്ചക്കറി കൊടുക്കുന്നത്. പല ആൾക്കാരും നേരത്തെ എൻ്റെ ഫേസ്ബുക്കിലേക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അറിയാവുന്ന ആൾക്കാർക്ക് അവർ തോനെ കൊടുക്കും, എന്നുവെച്ചാൽ ഒരുപാട് സാധനങ്ങൾ കൊടുക്കും. ബാക്കിയുള്ള അറിയാത്തവർക്കൊക്കെ കുറച്ച് കൊടുക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാവർക്കും ഒരേപോലെ സാധനം കൊടുക്കുന്ന കടയാണ്. നമുക്കത് ചെന്നാൽ കണ്ടത് പയറായാലും തക്കാളിക്കായാലും വെണ്ടയ്ക്കായാലും ഇഷ്ടംപോലെ സാധനമുണ്ട്. ആവശ്യത്തിന് കൊടുക്കും. നിങ്ങൾ ആ ഒരു കിറ്റ് കണ്ടോ? ഇതേ കിറ്റ് തന്നെ ഞാൻ സാമ്യം വേണേൽ അടുത്ത വീഡിയോയിൽ കാണി. എനിക്ക് കിറ്റ് 100 രൂപ ഉള്ളു മുന്നാണ്. 100 രൂപയ്ക്ക് ഇത്രയും അധികം ഫ്രഷ് സാധനങ്ങൾ കൊടുക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും നല്ല സാധനങ്ങൾ. വെണ്ടയ്ക്കൊക്കെ അതിഗംഭീരം ഒടിച്ച് നമുക്ക് കാണിച്ചിട്ടുണ്ട് ഞാൻ പല വെണ്ടയ്ക്കകളിനകത്ത്. അതെൻ്റെ ഇതുപോലത്തെ നല്ല ഫ്രഷ് സാധനങ്ങൾ കൊടുക്കുന്ന ഒരു കടയും ഞാൻ കണ്ടില്ല. ദൈവം, ഞാനാണെങ്കിൽ ഒരു സത്യസന്ധമായ കാര്യമാണ് പറയുന്നത്. ഓക്കാവിലെ ഓച്ചറയിൽ നിന്ന് വരുവാണെങ്കിൽ ഇടത്ത് സൈഡ് പുതിയായിൽ നിന്ന് വരിക, പുതിയ കരുനാപ്പള്ളി എന്ന് പറയുന്ന വലത്ത് സൈഡ് കടയാണ്. മണപ്പള്ളിയിലോട്ട് പോകുന്ന കട, മണപ്പള്ളിയിലോട്ട് പോകുന്ന റോഡിൽ ഹൈവേ അങ്ങോട്ട് ഇറങ്ങി, അവക്കാവ് ഹൈവേ അങ്ങോട്ട് ഇറങ്ങി മണപ്പള്ളിലോട്ട് പോകുമ്പോൾ തെക്കേ സൈഡിൽ കാണുന്ന കടയാണ്. ക്യൂ ബസ്സിൽ കാണാം, നമുക്ക് ഹൈവേ അങ്ങോട്ട് മണപ്പള്ളിലോട്ട് തിരിയുമ്പോൾ കാണാം. തെക്കേ സൈഡിൽ ക്യൂ നിൽക്കുന്ന കാണാം. അവിടെ കയറി ചെറിയൊരു കടയാണ്, വലിയ കടയായിട്ട് തോന്നുന്നു. അങ്ങോട്ടൊക്കെ നല്ല ഫ്രഷ് സാധനങ്ങളാണ്. അവിടെ വലിയ കടയെന്ന് പറയുന്ന കാര്യമുള്ള കാര്യം പറയാം. അവിടെ ഈ സാധനങ്ങളൊന്നും ഇരിക്കുന്നത് പല ആൾക്കാരും എനിക്ക് കമൻ്റ് ഇട്ട് സാധനം കൊള്ളത്തില്ല, വളരെ മോശമാണ്. എന്നിട്ട് പിന്നെ ഇത്ര ക്യൂ എന്താ? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാ. ഇത്ര ആൾക്കാർ വന്ന് മേടിക്കുന്നത് 100 രൂപയ്ക്ക് പിന്നെ എന്താ വേണം വെച്ചാൽ? 100 രൂപയ്ക്ക് ഇത്ര സാധനം കൊടുക്കുന്ന ഏത് കടയുണ്ട്? ഞാൻ വെല്ലുവിളിക്കുക, അതിനകത്ത് കാണിക്കാമോ? ഇതുപോലെ 150 രൂപയ്ക്ക് മേടിച്ചിട്ട് ഇത്ര ഇല്ല. ഞാൻ കുറച്ച് ദിവസം മുമ്പേ, ഒരു ഓണത്തിന് മുമ്പേ മേടിച്ചായിരുന്നു 100 രൂപയ്ക്ക്. അത് അങ്ങോട്ട് എനിക്ക് പോകാൻ വയ്യാത്തൊരു സാഹചര്യം കൊണ്ട് ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് മേടിച്ചത് 150 രൂപയ്ക്ക് കുറ്റിപ്പുറത്തൊരു കടയിൽ നിന്ന് 150 രൂപയ്ക്ക് മേടിച്ചിട്ട് 2 ദിവസം പോലും തികച്ചെടുത്തില്ല. 1.5 ദിവസം എടുത്തില്ല. അതിനകത്ത് പന്ന സാധനം ഉണ്ടായിരുന്നു. ഇത് അതിന് പയറൊക്കെ ഉണ്ടോ, തക്കാളിക്ക ഉണ്ടോ, ഉള്ള സാധനങ്ങളൊക്കെ നല്ല അടിപൊളി. ചിലപ്പം വെണ്ടയ്ക്കൊക്കെ ചിലപ്പം ഒരെണ്ണമാണായിരിക്കും അത് മുറ്റിയത്. ബാക്കിയെല്ലാം നല്ല ഒന്നാം തരം സാധനം. ഇത്രയും നല്ല സാധനങ്ങൾ കൊടുത്തിട്ട് എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ പഠിക്കുന്നത്? ഫേസ്ബുക്കിൽ പല ആൾക്കാരും കമൻറ്റ് ഇടുക. അത് ഈ കച്ചവടക്കാരായിരിക്കും അടിക്കൊണ്ട് കമൻറ്റ് ഇടുന്നത്. അത് ആ പുള്ളിക്കാരനും പറഞ്ഞു. ഇത്രയും സാധനങ്ങളെ കൊടുത്തിട്ട് അവർക്ക് എന്തോ നേട്ടമുണ്ടോ? അത് കുറച്ചെന്നാൽ 150 രൂപയ്ക്ക് അവർക്ക് വേണമെങ്കിൽ ഇത്രയും ആക്കി കൊടുത്തുകൂടെ സുഖമായിട്ട്? അവർ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ആൾക്കാർക്ക് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അത് ദ്രോഹമാണെന്നാണ് കാണിക്കുന്നത്. ഇതൊക്കെ അടിക്ക് വന്ന് കമൻറ്റ് ഇടുന്നവരെയൊക്കെ അടിച്ച് പൊട്ടിക്കണമെന്ന്, അതാണ് വേണ്ടത്. അപ്പോൾ ആൾക്കാർ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞുണ്ടാക്കി ദയവ് ചെയ്ത് അവർ കൊടുക്കുന്നവർ കൊടുക്കട്ടെ. അത് ആൾക്കാർക്ക് പ്രയോജനമല്ലേ? അതിൻ്റെ അടിക്ക് വന്നിട്ട് കമൻ്റ് ഇട്ടിട്ട് പറയുന്നത് മോശം സാധനമാണ്, എടുത്ത് കുളത്തിൽ കളഞ്ഞെന്നോ, ഇതൊക്കെ പറയുന്ന അവിടെ നിന്ന് പിന്നെ എന്തിനാ ഇത്ര ആൾക്കാരൊന്ന് ക്യൂ നിൽക്കുന്നത് രാവിലെ തൊട്ട്? നിങ്ങളുടെ കടയിലൊക്കെ എന്താ വന്ന് മേടിക്കാത്ത ക്യൂന്ന് സാധനം മേടിക്കാത്ത എന്താ? അനാവശ്യം പറഞ്ഞുണ്ടാക്കുമ്പോൾ അതിന് ഞാൻ അവിടുത്തെ എനിക്ക് 1 രൂപ പോലും തരത്തില്ല. ഞാൻ അവിടുത്തെ ക്യൂ നിന്ന സാധനം മേടിക്കുന്നത്. എനിക്ക് അവിടുത്തെ ആൾക്കാർക്ക് പ്രയോജനമായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇട്ടത്. അത് ഇപ്പോൾ ഒരു കൂലിപ്പണിക്കാരൻ വരുന്നത്, അവർക്കാണെങ്കിൽ 2 ദിവസം അല്ല ഒരാഴ്ച അവർക്ക് പച്ചക്കറിയോ തോരനോ ചോറുണ്ടെന്ന് പല ആൾക്കാരും കാണും. ചോറുണ്ട്, ഞാൻ ഉൾപ്പെടെ ചോറുണ്ടെന്ന ആൾക്കാരാണ്. എനിക്കിത് പ്രയോജനമുണ്ട്, നന്നായിട്ട് പ്രയോജനം ചെയ്തുകൊണ്ട് വേണ്ട. എനിക്ക് അയാളെ കൊണ്ട് ആ കട കൊണ്ട് എനിക്ക് ഗുണമുണ്ട്. എനിക്കൊരു ഗുണം ചെന്നപ്പോൾ അത് മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഏതെങ്കിലും കൂലിപ്പണിക്കാരൻ അതെങ്കിലും ചോറുണ്ട് മക്കൾക്ക് ചോറുണ്ട് പൊതി കൊണ്ടുപോയി കാണും. അപ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ ഗുണമല്ലേ ഇത്? അപ്പോൾ വീട് ചെയ്യുമ്പം അങ്ങനെ ഒരു ഗുണമുള്ള ആൾക്കാർ പാവത്തിൽ നിന്നൊക്കെ ഗുണമുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആൾക്കാർ അടുത്തുള്ള കടക്കാർ 1 കിലോമീറ്റർ ദൂരവും 2 കിലോമീറ്റർ ദൂരമുള്ളവർക്ക് പോയി മേടിക്കട്ടെ. അല്ലാത്തവർ മേടിക്കണ്ട. ഇഷ്ടമല്ലെങ്കിൽ അവർ പോയി മേടിക്കണ്ട. കമൻറ്റ് ഇട്ടവരടുത്ത് ഞാൻ പറയുന്നത്, ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി മേടിക്കണ്ട. അല്ലാത്തവർ മേടിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരോട് മേടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിതേ പറയാനുള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കുക, ഗുണമാണ്. 100 രൂപയ്ക്ക് ഇത്രയൊക്കെ കിട്ടത്തുള്ളൂ, ഇല്ല കൂടുതൽ കിട്ടത്തുമില്ല. അതുകൊണ്ട് ഈ കാണുന്ന ഇത്രയും മനസ്സിലായല്ലോ. അപ്പം എനിക്ക് വേറെ ഒന്നും പറയാനില്ല മച്ചന്മാരെ. ഇത് മറ്റുള്ളവർക്ക്, നമുക്ക് കൂലിപ്പണിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 100 രൂപയ്ക്ക് അവർക്ക് ഒരു ദിവസം പണിക്ക് ഒരു 1000 രൂപയ്ക്ക് പണിയെടുക്കും. 100 രൂപയ്ക്ക് അവർ പച്ചക്കറി മേടിക്കും. പച്ചക്കറി മേടിച്ച് അവർ ഒരാഴ്ചയ്ക്ക് പച്ചക്കറി ഉപയോഗിക്കും. ഇച്ചിരി തക്കാളിക്കോ തക്കാളിക്കോ വേണ്ട, പോട്ടെ, ഉള്ളിയും കിഴങ്ങും കൂടെ ഒരു 100 രൂപയ്ക്ക് കൂടെ മേടിച്ച് കഴിഞ്ഞാൽ
അവർക്ക് ഉപയോഗിക്കാം. ഒരാഴ്ച സുഖമായിട്ട് ഉപയോഗിക്കാം. വേറെ ഇറച്ചിയൊന്നും മേടിച്ചില്ലെങ്കിൽ ഒരാഴ്ച സുഖമായിട്ട് ഉപയോഗിക്കാം. അപ്പം ഞാൻ പറയുന്നു, നിങ്ങൾക്കെല്ലാം ഗുണമായെന്ന് ഉറപ്പ് മാത്രം വരിക. അല്ലാതെ പല ആൾക്കാർക്ക് വന്നാൽ ചുമ്മാ വന്ന് കമൻറ്റ് ഇട്ടിട്ട് വായി തോന്നുന്ന കോത വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ, അവിടെ ഒരു രോമത്തെ അനങ്ങത്തില്ല. അവിടെ നല്ല ക്യൂ ഉണ്ട്, ഇപ്പോഴും ക്യൂ ഉണ്ട്. അപ്പോൾ എനിക്കിതേ പറയാനുള്ളൂ. എനിക്ക് അവിടെ നിന്നൊന്നും കിട്ടത്തുമില്ല. എനിക്ക് ആ പടം ഇടുന്ന 100 രൂപയുടെ കിറ്റാണ് അവിടെ ചെന്ന് കിട്ടുന്നത്. അല്ലാതെ പുള്ളി എനിക്ക് പൈസയോ ഒന്നും തന്നിട്ടല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എനിക്ക് പ്രയോജനമായ, എനിക്ക് ഇവിടെ ചെന്ന് മേടിച്ചപ്പോൾ എനിക്ക് ലാഭമാണെന്ന് തോന്നിയ കാര്യം മറ്റുള്ളവരിൽ എത്തിക്കുന്നു. അത്രേ ഉള്ളൂ ഞാൻ ചെയ്യുന്നത്. ഈ കമൻറ്റ് ഇടുന്നവരടുത്ത് ഞാൻ പറയും, വെറുതെ നിങ്ങൾ കമൻറ്റ് ഇട്ട് വെറുതെ സമയം കളയണ്ട. ആൾക്കാരവിടെ പോവും, മേടിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേരെ. ശുഭദിനം.